ഹായ് ഫ്രണ്ട്സ്, ഞാൻ സ്വപ്ന. അറിവുകൾ എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സ്വിച്ച് വേർഡുകൾ എന്നാൽ എന്താണെന്ന് നോക്കാം. സ്വിച്ച് വേർഡുകളെക്കുറിച്ച് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിരിക്കാം. നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ ജസ്റ്റ് ഒരു സ്വിച്ച് എങ്ങനെയാണോ, ഒരു സ്വിച്ച് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണോ ഒരു ലൈറ്റ് ഓൺ ആക്കുന്നത്, അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മളൊരു വേർഡ് ഉപയോഗിച്ച് ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്ന പോലെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഒരു സ്പെസിഫിക് വേർഡിനെ ചാൻറ്റ് ചെയ്യുന്നു. ആ സ്പെസിഫിക് വേർഡ് എപ്പോഴും പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ ഏതാണോ അതിനെക്കുറിച്ചായിരിക്കും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, നമ്മൾ പണത്തെ ആകർഷിക്കുവാനാണ്, പണം ലഭിക്കുവാനുള്ള ഒരു സ്വിച്ച് വേർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ സാധാരണ പണത്തിന് വേണ്ടി കൗണ്ട് എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ഈ കൗണ്ട് എന്ന വാക്ക് നമ്മൾ ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് 21 തവണ, 108 തവണ, 1008 തവണ അങ്ങനെയാണ് നമ്മൾ ചാൻറ്റ് ചെയ്യാറ്. നിങ്ങൾക്ക് അത് രാവിലെയും വൈകിട്ടും ചാൻറ്റ് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെയും ചാൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ചാൻറ്റ് ചെയ്യുക മാത്രമല്ല, എഴുതിയും നമുക്ക് മാനിഫെസ്റ്റേഷൻ നടത്താം. ഈ വാക്ക് സ്വിച്ച് വേർഡ്സ് നമുക്ക് ഒരു വൈറ്റ് പേപ്പറിൽ ഒരു പെൻ കൊണ്ട് എഴുതാം. രാവിലെയും വൈകിട്ടും എഴുതാം. അതും ഇതുപോലെ സമയമനുസരിച്ച് 21 തവണ എഴുതുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 108 തവണ എഴുതാം. ഇത് എഴുതുന്ന സമയത്ത് നിങ്ങൾ ആ വാക്ക് എഴുതുന്നതോടുകൂടി അത് ഉച്ചരിക്കുകയും ആ വാക്ക് പ്രതിനിധാനം ചെയ്യുന്ന, ഇപ്പോൾ കൗണ്ട് എന്നാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമ്മൾ മണിയെ ഇമാജിൻ ചെയ്യുക. മണി ഇമാജിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു വലിയ എമൗണ്ട് വരുന്നതായും നമ്മൾ വിഡ്രോ ചെയ്യുന്നതായും നമ്മളതിന് എണ്ണുന്നതായും മറ്റാളുകളുമായി ചേർന്ന് നമ്മൾ പണം ക്രയവിക്രയം ചെയ്യുന്നതായും എല്ലാം നമുക്ക് ഇമാജിൻ ചെയ്യാം. അതായത് നമ്മൾ മുഴുവൻ സമയവും മനസ്സ് പണം എന്ന വസ്തുവിൽ തന്നെ കേന്ദ്രീകരിച്ചിരിക്കണം എന്നത് നിർബന്ധമാണ്. സ്വിച്ച് വേർഡ്സ് എഴുതുമ്പോഴും പറയുമ്പോഴും നമ്മൾ തുടർച്ചയായി 21 ദിവസമെങ്കിലും ചെയ്തിരിക്കണം. അതായത് അത് ഫലസിദ്ധിയിൽ വരുന്നതിന് 21 ദിവസമെങ്കിലും എടുക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ അതല്ല, നിങ്ങൾ വളരെയധികം മാനിഫെസ്റ്റേഷൻ പവറുള്ള ഒരു വ്യക്തിയാണെങ്കിൽ വളരെ വേഗത്തിലും നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ സംഭവിക്കാം. എങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ 21 ദിവസം ഇത് ചെയ്യുക തന്നെ വേണം. സ്വിച്ച് വേർഡ്സുകൾ എഴുതുകയോ പറയുകയോ ചെയ്യുന്ന സമയത്ത് വളരെ ശാന്തമായിരുന്നു വേണം അത് ചെയ്യാൻ. അതിനെക്കുറിച്ച് മാത്രം ഓർക്കുക, മറ്റൊന്നും തന്നെ ചിന്തിക്കാതിരിക്കുക. നമ്മൾ അത് എഴുതുമ്പോൾ ആ വാക്ക് നമ്മുടെ മനസ്സിൽ പതിയണം. അതായത് നമ്മളുടെ ശബ്ദവും നമ്മളുടെ കൈകളിലൂടെ വരുന്ന അക്ഷരവും നമ്മുടെ മനസ്സിൽ ആ വസ്തുവിൻ്റെ ചിത്രവും എല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ റെക്കോർഡാവണം. ഇത് തുടർച്ചയായി 21 ദിവസം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ആക്ടിവേറ്റ് ആവും. സ്വിച്ച് വേർഡ്സ് നമുക്ക് നമ്മുടെ ഹെൽത്തിനായും റിലേഷൻഷിപ്പിനായും വെൽത്തിനായി ജോബിനായി അങ്ങനെ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. സ്വിച്ച് വേർഡ്സ് എനർജി സൈക്കിളിലും നമുക്ക് എഴുതി ഉപയോഗിക്കാം. അതായത് എനർജി സർക്കിൾ വരച്ച് അതിനുള്ളിൽ സ്വിച്ച് വേർഡ്സ് എഴുതി നമ്മൾക്ക് ചുമരിൽ ഒട്ടിച്ചു വയ്ക്കുകയോ അതല്ല നമ്മളുടെ പേഴ്സിലോ ബാഗിലോ വയ്ക്കുകയോ ചെയ്യാം. എപ്പോഴും എനർജി സർക്കിൾ വരച്ചതിന് ശേഷം അതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം, ആ വരച്ച ഭാഗം മുകളിൽ എനർജി ഫ്ലോ വരുന്നതിന് തടസ്സമില്ലാത്ത രീതിയിലായിരിക്കണം ഉണ്ടായിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്